ഫാറ്റി ലിവർ, വളരെ നമ്മുടെ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ, മദ്യപിക്കാത്ത ആൾക്കാരിൽ നടക്കുന്ന ഫാറ്റി ലിവറിൻ്റെ ഒരു തോതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാവരും അൾട്രാസൗണ്ട് ചെയ്ത് നോക്ക്, നിങ്ങൾ എല്ലാവരും ചെയ്തിട്ടുണ്ടാവും. ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 എന്നും പറഞ്ഞ് നടക്കും. അത് അങ്ങനെ ഒരു അതെന്തുകൊണ്ടാണ് അതിൻ്റെ റീസൺ? ഡയറ്റും ഫിസിക്കൽ ആക്ടിവിറ്റി, രണ്ട് കാര്യങ്ങളാണ്. ഫിസിക്കൽ ആക്ടിവിറ്റിയുടെ കുറവും ഡയറ്റിൻ്റെ ഈ പറഞ്ഞ നമ്മുടെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ കഴിക്കുന്നതിൻ്റെ ഒരു ഇത്. അപ്പോൾ കൺട്രോളിലാക്കാൻ എന്ത് ചെയ്യും? നമ്മൾ മരുന്ന് കഴിക്കും. മരുന്ന് കഴിച്ചാൽ മാത്രം കൺട്രോൾ ആവുമോ? നമുക്ക് വേണം ഡയറ്റ്, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ പ്ലസ് ഡയറ്റ്. ഇപ്പോൾ പ്രശ്നം എന്താണെന്നറിയോ? നമ്മുടെ എല്ലാവരും നമ്മുടെ വിചാരം മരുന്ന് കഴിച്ചാൽ കൺട്രോളിൽ ആവും എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ മരുന്ന് കഴിയുമ്പോൾ കുറഞ്ഞു നിൽക്കും. പക്ഷെ നമ്മുടെ റിസ്ക് ഫാക്ടർ അപ്പുറത്ത് വീണ്ടും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. എന്തുകൊണ്ടാണ് നമുക്കിത് വന്നത്? മറ്റ് റിസ്ക് ഫാക്ടർ അപ്പുറത്തുണ്ട്. ആ റിസ്ക് ഫാക്ടറും ഉണ്ട്, നമ്മൾ അതിനൊപ്പം മരുന്നും കഴിക്കും. പുകവലി എനിക്കൊന്ന് ഓൾമോസ്റ്റ് ഒരു ഇതിലാകുമ്പോൾ നിർത്തിക്കാണും. ഈ പുകയും വലിക്കും. ഇപ്പം ആസ്മ, COPD രോഗികൾ ഉള്ളവരൊക്കെ കാണും. പുകയും പഠിക്കും, ചിലപ്പോൾ ഇൻഹേലറും വലിക്കും. എന്ത് വ്യത്യാസമാണ് വരാൻ പോവുക? അപ്പോൾ ആ റിസ്ക് ഫാക്ടർ നമ്മൾ അവിടെ കുറച്ചേ പറ്റൂ.